തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു നമുക്ക് ആര് എന്നുള്ള ചോദ്യത്തിന് തികച്ചും വ്യക്തിപരമായി ഉത്തരം ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു നൽകുന്ന സമാധാനവും സന്തോഷവും അനുദിന ജീവിതത്തിൽ സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു സുന്ദരമായ വചനം നൽകിയിരിക്കുകയാണ്. അത് വിശുദ്ധ യോഹന്നാനിലൂടെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം, 1 John chapter 2 verse 2. വചനം ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഈ വചനത്തിൽ യോഹന്നാൻ വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു. യേശു നമുക്ക് ആരാണ്? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു. നമുക്കറിയാം, ഈ ദിനങ്ങളിൽ തികച്ചും വ്യക്തിപരമായി യേശുവിനെ ധ്യാനിക്കുമ്പോൾ യേശു കടന്നുപോയ സഹന വഴികളൊക്കെ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി ത്യാഗം, സഹനം, പരിഹാരം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഓശാനയുടെ ആരവങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, ബഹളങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് യേശു ഇറങ്ങിത്തിരിക്കുന്നത് സഹന വഴിയിലേക്കാണ്. തൻ്റെ താരപരിവേഷമൊക്കെ വിട്ട് യേശു സഹന വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഓശാന വരെയുള്ള യേശുവിനെ എനിക്കിഷ്ടമാണ്, ഓശാന കഴിഞ്ഞുള്ള യേശുവിനെ അനുഗമിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അതൊരു ചെറുപ്പക്കാരൻ്റെ മാത്രമല്ല, മറിച്ച് എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതാനുഭവമല്ലേ? ഓശാന വരെ എല്ലാം എളുപ്പമാണ്, രസമാണ്. കാരണം ആൾക്കൂട്ടമുണ്ട്, ആരവങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓശാന ദിനത്തിലേക്ക് എത്തുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിന് തൊട്ട് മുമ്പിൽ സംഭവിച്ചില്ലേ? ഒന്ന്, ബെർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകന് ലഭിച്ച കാഴ്ചശക്തി. ആൾക്കൂട്ടത്തിന് നടുവിൽ നടന്ന വലിയൊരു അത്ഭുതം. ജനത്തിന് മുഴുവൻ ഒരു കാര്യം മനസ്സിലായി: ഇവൻ നിസാരക്കാരനല്ല. ഇവൻ്റെ കൂടെ നടന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എപ്പോഴും ലഭിക്കും. അതുകൊണ്ട് ജനം എപ്പോഴും കൈയടിച്ച് ആരവങ്ങളോടുകൂടി യേശുവിൻ്റെ പിന്നാലെ കൂടി. 2-ാമത്തെ അത്ഭുതം നമ്മുടെ മുമ്പിൽ ലാസറിൻ്റെ വീണ്ടും ജനനമാണ്. ലാസർ മരിച്ചു, അവൻ ഉയർത്തു. ജനങ്ങൾക്ക് മുമ്പിൽ വലിയൊരു അത്ഭുതം. ജനം കൈയടിച്ചു, ആരവങ്ങൾ ഉയർത്തു. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്കൊരുവനുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അടയാളങ്ങൾ ചെയ്യുന്നവൻ. അങ്ങനെയാണ് ഓശാന ഞായറിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ഓശാന ഞായറിൽ മാത്രം ഒതുങ്ങിത്തേരേണ്ടതല്ല ഒരുവൻ്റെ ജീവിതം, മറിച്ച് ഓശാന കഴിഞ്ഞിട്ടിറങ്ങിത്തിരിക്കുന്ന ഓരോ ദിനങ്ങളും അത് സഹനത്തിൻ്റെയാണ്, പരിഹാര ബലിയുടേതാണ്. യേശു എന്നെ കേൾക്കുന്ന ഈ സമയം എന്നോടും നിന്നോടും പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓശാനയുടെ ആരവങ്ങൾക്കിടയിൽ നിന്റെ ജീവിതം തീരുമെന്ന് നീ കരുതരുത്. അതിനുശേഷം സഹനമുണ്ട്. ജീവിതത്തിൽ നീ ഏറ്റെടുക്കേണ്ട ചില പരിഹാര വഴികളുണ്ട്. സത്യമായ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം. സഹന വഴികൾ അതൊരു പരിഹാര വഴിയാണ്. യേശു നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. രക്ഷയുടെ വഴിയാണ്. ആരവങ്ങളും ആർഭാടങ്ങളും ഒക്കെ അത് കഴിഞ്ഞു തീരും. അതിനുശേഷം നീ ഒറ്റയ്ക്ക് നേരിടേണ്ട ചില സഹന വഴികളുണ്ടെന്ന് കൃത്യം വ്യക്തമായി യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം,
എൻ്റെ പുത്തൻ കുർബാനയുടെ ദിവസം ജനങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ ജനങ്ങൾ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടെ പരിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജനങ്ങൾ മുഴുവൻ കൈമുത്താൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാനിങ്ങനെ അൾത്താരിൽ നിന്ന് ഇതാ മുമ്പോട്ട് നോക്കുമ്പോൾ ജനം ഇങ്ങനെ ക്യൂ ആയി നിൽക്കുന്നു. എല്ലാവർക്കും എന്നോട് സ്നേഹം, ബഹുമാനം, ആദരവ്. അങ്ങനെ ആ ബഹളമൊക്കെ തീർന്ന് ഞാൻ അതിനുശേഷം സങ്കീർത്തിയിൽ വന്ന് എൻ്റെ തിരുവസ്ത്രമൊക്കെ ഊരിവെക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ എൻ്റെ അടുക്കലേക്ക് വന്നു. അവിടെ അധികം ആളുകളൊന്നുമില്ല, ആളുകളെല്ലാം ദേവാലയത്തിനകത്താണ്, സങ്കീർത്തിയിൽ അധികം ആളുകളില്ല. ഈ പ്രിയ സുഹൃത്തായ വൈദികൻ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തിരുവത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം തിരിച്ചറിയണം. ഇനി മുതൽ നിൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ നീ അവിടെ കണ്ട ആൾക്കൂട്ടങ്ങളല്ല, മറിച്ച് ദാ ഇനി മുതൽ ഈ തിരുവത്താഴമാണ് നിൻ്റെ കൂടെയുണ്ടാവുക. ആൾക്കൂട്ടങ്ങളുണ്ടാവില്ല, നീ ഒറ്റയ്ക്ക് നിൻ്റെ ജീവിത വഴിയെ നേരിടണം. ഇതൊരു തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സഹന വഴികളെ നേരിടേണ്ടിയിരിക്കുന്നു. ഈ ഏറ്റെടുക്കുന്ന സഹന വഴികൾ അതൊരു രക്ഷയാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ 19-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട സക്കേവൂസാണ്. സക്കേവൂസ് എന്ന് പറയുന്ന ചുങ്കക്കാരൻ. പലതവണ നമ്മളൊക്കെ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആത്മീയ ദർശനം സക്കേവൂസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 8-ാം തിരുവചനം. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവൂസ് ഒരു തീരുമാനം ഏറ്റെടുത്തു. സക്കേവൂസിൻ്റെ ദൈവദർശനത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സക്കേവൂസ് ഏറ്റെടുത്ത ഒരു പരിഹാരമാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ത്യാഗം ഏറ്റെടുക്കാൻ, സഹനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തൊട്ടടുത്ത വചനം ശ്രദ്ധിക്കണമേ. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 9 വചനം പറയുന്നു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. എന്ന് പറഞ്ഞാൽ സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റെടുത്ത പരിഹാരം അവൻ്റെ കുടുംബത്തിന് രക്ഷയായി മാറി. ഇത് വലിയ ഒരു തിരിച്ചറിവാണ്. എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു പരിഹാര ബലിയായി മാറണം. യേശു നമുക്ക് വേണ്ടി പരിഹാര ബലിയായി മാറി എന്നുള്ള ആത്മീയ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ അനുദിന ജീവിതത്തിൽ ഒരു കടമ ഏറ്റെടുക്കുകയാണ്. നമ്മളും ഇതുപോലെ പരിഹാര ബലിയാകാനുള്ള, ത്യാഗം ഏറ്റെടുക്കാനുള്ള വലിയ ഒരു തീരുമാനം. ആരെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ ഇതുപോലെ സഹിക്കാൻ, പരിഹാര ബലിയാകാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ കുടുംബം നിലനിൽക്കുകയുള്ളൂ എന്നർത്ഥം. ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ പരിഹാര ത്യാഗം ഏറ്റെടുക്കുന്ന ഒരു ബലിയായി മാറുന്നത് കൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്. എല്ലാവരും ആഘോഷിച്ച് എല്ലാവരും ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകുമ്പോൾ ആരെങ്കിലും എല്ലാ കുടുംബത്തിലും ഉണ്ടാകും. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ത്യാഗം ഏറ്റെടുക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ ഒരു കിടപ്പ് രോഗിയാവാം, ഇല്ലെങ്കിൽ ആ കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാവാം, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഒരു ഭാര്യയാവാം, നേരെ തിരിച്ചും. എന്നതുപോലെ കുടുംബങ്ങളിലൊക്കെ പുറത്താരും അറിയാതെ ഉള്ളിൽ സങ്കടങ്ങൾ ഒതുക്കി
സഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അവരുടെയൊക്കെ സഹനങ്ങൾ കൊണ്ടാണ് കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. കുടുംബം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു പരിഹാര ബലിയാകണം എന്നർത്ഥം. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വചനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിച്ചില്ലേ, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും എന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു കുടുംബത്തിലൊരു വ്യക്തി സഹിക്കുന്ന സഹനം അത് പരിഹാര ബലിയായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ ഒരു രക്ഷയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കുകയാണ് ആ സഹിക്കുന്ന വ്യക്തി. ഇതൊരു നിലപാടാണ്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ സഹിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം, നിന്റെ സഹനം അത് വെറുതെയല്ല, നിന്റെ കുടുംബത്തിൻ്റെ ഒരു പരിഹാര ബലിയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ ഇതൊരു ധ്യാന വിഷയമാക്കുമ്പോൾ കൃത്യം വ്യക്തം, യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തോട് യേശു പറയുകയാണ്, നീയും ഇതുപോലെ ഒരു പരിഹാര ബലിയായി മാറണ്ടേ. അവിടെയല്ലേ നിന്റെ ജീവിതത്തിൻ്റെ രക്ഷ അടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിത വഴികളിൽ യേശു ഈ മാതൃക കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നീയും ഇതുപോലെ ഒരു പരിഹാര ബലിയായി മാറണം. നിന്റെ കുടുംബം നിലനിൽക്കണമോ, അടുത്ത തലമുറ രക്ഷപ്പെടണമോ, നീയും ഇതുപോലെ ഒരു പരിഹാര ബലിയായി മാറണം. ഞാൻ ഈ അടുത്ത നാളുകളിൽ പരിചയപ്പെട്ട 3 കുടുംബങ്ങളെ നിങ്ങളുടെ മുമ്പിലൊന്ന് പരിചയപ്പെടുത്താം. അതിലൊന്ന്, മദ്യപാനിയായ ഭർത്താവിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ പേറുന്ന ഒരു ഭാര്യ. അവർക്ക് 2 കുട്ടികളുണ്ട്. ഈ മനുഷ്യൻ കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഭാര്യ മർദ്ദിക്കും, മക്കളെ മുറിവേൽപ്പിക്കും. ഈ ഭാര്യ ഒത്തിരി സഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ആ മനുഷ്യന് വേണ്ടി ഒരു പരിഹാര ബലിയായി ഞാൻ ആ കുടുംബത്തിൽ ജീവിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ ഭർത്താവിന് മാനസാന്തരം വരും അച്ഛാ. ഒരിക്കൽ എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തും, കാരണം ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഏറ്റെടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. എന്താണ്? എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു പരിഹാര ബലിയായി എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ ഞാൻ ഇതാ തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട നിയോഗമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുടുംബജീവിതത്തിൽ ഇതുപോലെ അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളിൽ നീ ഒരു കാര്യം തീരുമാനമെടുക്കണം. സഹനം ഏറ്റെടുത്ത് ജീവിത പങ്കാളിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയാകാനുള്ള തീരുമാനം. രണ്ടാമത്തെ ഒരു സംഭവം, വിവാഹത്തിന് ശേഷം ഒരു ആക്സിഡൻറ്റിലൂടെ ജീവിത പങ്കാളിക്ക്, ഭാര്യയ്ക്ക് മാനസികമായ അസ്വസ്ഥതകളായി. വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി. പക്ഷെ എന്നിട്ടും ഈ ഭാര്യയുടെ മാനസിക അസ്വസ്ഥത കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി മാറിയിട്ടില്ല. കുടുംബത്തിൽ എല്ലാ ദിവസവും അസ്വസ്ഥതകളാണ്. ഈ ഭർത്താവിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുരിശിൻ്റെ മുമ്പിൽ വന്ന് എല്ലാ ദിവസവും ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കും. എന്നിട്ട് ഈ ഭാര്യയെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ഈ മനുഷ്യൻ പരിചരിക്കുകയാണ്. മാനസിക രോഗിയായിട്ടുള്ള ഭാര്യ വ്യത്യസ്തമായ സ്വഭാവ രീതികളിൽ ആ കുടുംബത്തെ മുഴുവൻ ശല്യപ്പെടുത്തുകയാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. പക്ഷേ ആ കുട്ടിയെ ശ്രദ്ധിക്കാനൊന്നും ഇപ്പോൾ ഈ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല. കാരണം മാനസികമായി വ്യത്യസ്തമായ നിലപാടുകളിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. എന്നാൽ ഈ പുരുഷൻ, കുടുംബനാഥൻ, ഭർത്താവ് ആ കുട്ടിയെ നോക്കും, അതുപോലെ തന്നെ ഭാര്യയെയും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് പരിചരിക്കുന്നത്. ഞാൻ കണ്ട അവസരത്തിൽ ഈ ഭർത്താവ് എന്നോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ ഈ ഭാര്യയെ. അവൾക്കൊരു അപകടമുണ്ടായി, അവൾക്കിന്ന് ഈ മാനസിക അസ്വസ്ഥതയുണ്ട്. പക്ഷേ അവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അച്ഛാ, എനിക്ക് 2 കുട്ടികളാണുള്ളത്. അതായത് സ്വന്തം ഭാര്യയെ ഒരു കുട്ടിയായും അതോടൊപ്പം തന്നെ അവർക്ക് ജനിച്ച കുഞ്ഞിനെയും ഒരു കുട്ടിയായും, അങ്ങനെ 2 കുട്ടികളുണ്ടെന്ന് ഈ ഭർത്താവ് പറയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഈ മാനസിക രോഗിയായ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവ് ശ്രദ്ധിക്കുന്നു. ഈ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരു പരിഹാര ബലിയായി ചില തീരുമാനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു കിടപ്പ് രോഗി ഉണ്ടാവും. ഈ കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്നവർക്കാണ് ത്യാഗം കൂടുതൽ ഉള്ളത്. കാരണം
കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എന്നാൽ ഒരു വ്യക്തി ആ കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കാൻ തീരുമാനമേറ്റെടുക്കുമ്പോൾ സ്വന്തം ജീവിതം മുഴുവൻ അതാ ഒരു പരിഹാര ബലിയായി മറ്റൊരു കുടുംബത്തിൻ്റെ ജീവിത വഴിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് ഒരുപക്ഷെ അതായിരിക്കും വലിയ ഒരു അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിത വഴികളിൽ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഏത് ജീവിത അവസ്ഥയിലും ത്യാഗം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളിലൂടെ ഒരു രക്ഷ ആ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. സക്കേവുസ് കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നത് പരിഹാരം ഏറ്റെടുത്തത് കൊണ്ടാണെങ്കിൽ എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിന്റെ സഹനം, നിന്റെ ശുശ്രൂഷ, നിന്റെ നിലപാട് നിന്റെ കുടുംബത്തിൽ രക്ഷ കൊണ്ടുവരുന്ന ഒരു നിലപാടാണ്. മൂന്നാമത്തെ സംഭവം പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതിൽ ഭർത്താവിൻ്റേതാണ് തെറ്റ്. ഭർത്താവിന് ഒരു അവിഹിത ബന്ധം, മറ്റൊരു സ്ത്രീയോടുള്ള അടുപ്പം, ആ അടുപ്പം വളരെ സീരിയസ് ആയി അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളായി ഇവരുടെ കുടുംബത്തെ തന്നെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരവസ്ഥ. ഈ മനുഷ്യൻ്റെ ഭാര്യയോട് ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തു, ഇനി നീ ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കണ്ട. കാരണം നിന്നെ വഞ്ചിച്ച ആ മനുഷ്യൻ്റെ കൂടെ നീ എന്തിനു ജീവിക്കണം? കാരണം നിനക്കിപ്പോൾ ആരോഗ്യമുണ്ട്, നിനക്ക് അത്യാവശ്യം ജീവിക്കാം, സമ്പത്തുണ്ട്, ഞങ്ങൾ നിന്നെ നോക്കിക്കൊള്ളാം, നീ ആ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇങ്ങ് പോരൂ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഒരു നിലപാടെടുത്തു, ഞാൻ ആ വ്യക്തി ഉപേക്ഷിക്കില്ല. ആ വ്യക്തിക്കൊരു തെറ്റുപറ്റി, പക്ഷേ ഞാൻ ഉപേക്ഷിക്കില്ല. മറിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പരിഹാര ബലിയായി എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിവെക്കും. രാത്രിയും പകലും ഈ സ്ത്രീ കണ്ണുനീരോടുകൂടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഭർത്താവിന് അനുതാപം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തോട് ചേർത്ത് ഈ ഭർത്താവിനെ സ്വീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ എപ്പോഴും സ്നേഹിക്കുന്നു, സ്നേഹം കൊണ്ട് പൊതിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഏറ്റെടുത്തിരിക്കുന്ന നിലപാട് അതൊരു പരിഹാര ബലിയുടെ നിലപാടാണ്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനേക സംഭവങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടാവും. ഒരു കാര്യം ഉറപ്പിക്കുക, ആരെങ്കിലുമൊക്കെ സഹിക്കാതെ കുടുംബം നിലനിൽക്കുകയില്ല. സഹിക്കാതെ കുടുംബങ്ങൾ നിലനിൽക്കുകയില്ല. എല്ലാവരും ആരവങ്ങളും ആർഭാടങ്ങളുടെയും പുറകെ പോയാൽ പിന്നെ എങ്ങനെ കുടുംബം നിലനിൽക്കും? എല്ലാ കുടുംബത്തെയും കുറിച്ച് പരിശോധിച്ചോളൂ. ആ കുടുംബത്തിനുള്ളിൽ ഒരുപക്ഷെ പുറം ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ, ആ വീടിനുള്ളിൽ ആരൊക്കെയോ സഹിക്കുന്നുണ്ട്. ആ സഹനം കൊണ്ടാണ് ഒരു കുടുംബം നിലനിന്നു പോകുന്നത്. യോഹന്നാൻ വീണ്ടും കൃത്യം വ്യക്തമായി നമ്മുടെ മുമ്പിൽ, യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം, 1 John chapter 4 verse 10, അതിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും നമ്മളോട് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. 10-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രൻ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ മാനങ്ങൾ നൽകിയത് ആരാണ്? യോഹന്നാൻ ശ്ലീഹായാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിച്ച യോഹന്നാൻ ശ്ലീഹ ദാ നമ്മളോട് പറയുകയാണ്, എങ്ങനെയാണ് ഈ സ്നേഹം വെളിപ്പെടുന്നത്? സ്നേഹം വെളിപ്പെടുന്നത് സഹനത്തിലൂടെയാണ്, പരിഹാര ബലിയിലൂടെയാണ് സഹനം വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹനമുണ്ടോ എന്ന് പരിശോധിക്കുക. പരിഹാര ബലിയാകാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹം വെളിപ്പെടുകയുള്ളൂ. അല്ലാത്ത സ്നേഹമൊക്കെ വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പറച്ചിലിൻ്റെ പിന്നിൽ ത്യാഗമുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ്. ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ദൈവമേ നീ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവം ദാ നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ്? കാൽവരി മലയിൽ കുരിശിൽ കിടക്കുന്ന യേശു പുത്രൻ, ആ പുത്രൻ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുമ്പോൾ ആ കുരിശ് എന്നെയും നിന്നെയും നോക്കി പറയുന്നു, ദാ ഇത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹം വെളിപ്പെടുന്നത് കുരിശിലാണ്, പരിഹാര ബലിയായി മാറുമ്പോഴാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.
നമ്മുടെ ജീവിതങ്ങൾ ഓശാനയുടെ ആരവങ്ങളിൽ ഒതുങ്ങിത്തീരുന്നതാണോ? അതോ അതിനുശേഷമുള്ള ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്ത് നിനക്കുണ്ടോ? സഹന വഴികളിൽ നീ ഉറപ്പിക്കണം, നിന്റെ സഹനം അത് ഒരു രക്ഷാകരമായ സഹനമാക്കി മാറ്റണം. സക്കേവൂസ് കുടുംബത്തിനു വേണ്ടി ത്യാഗം പരിഹാരം ഏറ്റെടുത്തപ്പോഴാണ് ആ കുടുംബം നിലനിന്നതെങ്കിൽ, രക്ഷ പ്രാപിച്ചതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ത്? ഇന്ന് നിൻ്റെ കുടുംബത്തിൽ രക്ഷയുണ്ടോ? രക്ഷയില്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ ത്യാഗം ഏറ്റെടുക്കാത്തത് കൊണ്ടല്ലേ? ഇനി ഒരു ചോദ്യം ചിലപ്പോൾ ചിലരുടെ ഉള്ളിൽ ചോദിക്കും, എൻ്റെ കുടുംബത്തിൽ ചിലർ ത്യാഗമൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, അത് മതി, പോരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചുകൊള്ളൂ, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തോടാണ് യേശു പഠിപ്പിക്കുന്നത്. നീയും ഒരു പരിഹാര ബലിയായി മാറണം. നിന്റെ വീട്ടിൽ ത്യാഗം ഏറ്റെടുക്കുന്ന ആരെങ്കിലും, ഒരുപക്ഷെ ശാരീരിക രോഗപീഠയുള്ളവർ, മാനസിക ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ, അവരൊക്കെ ത്യാഗം ഏറ്റെടുക്കുന്നുണ്ട്, അത് മതി, ഞാൻ ഇങ്ങനെ ആഘോഷിച്ച് ജീവിച്ചു കൊള്ളാം എന്നല്ല അതിൻ്റെ ഉത്തരം. മറിച്ച് കേൾക്കുന്ന നീ ഒരു കാര്യം ഉറപ്പിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാനും ത്യാഗം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു, ത്യാഗം പരിഹാര ബലിയായി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് ജീവിതത്തിന് അനുഗ്രഹം ലഭിക്കുന്നത്. അതല്ലെങ്കിൽ എന്തു സംഭവിക്കും? അതല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ വല്ലാണ്ട് ദുഃഖിക്കും, നിരാശപ്പെടും, കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പിന്നീട് യേശു ഉയർത്തതിന് ശേഷം, യേശുവിൻ്റെ ചൈതന്യം ജീവിതത്തിൽ ലഭിച്ച പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അവരുടെ നിലപാടുകൾ ശ്രദ്ധിച്ചാൽ മതി. ഓരോ ശിഷ്യനും ഏറ്റെടുത്ത നിലപാട് സഹിക്കാനുള്ള നിലപാടായിരുന്നു. പത്രോസ് ലീഹ ഏറ്റെടുത്തത് എന്താ? പത്രോസ് ലീഹ ഇതാ ഒരു തീരുമാനം ഏറ്റെടുത്തു. യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ ഈ പത്രോസ് വലിയൊരു തീരുമാനം, ഞാൻ എൻ്റെ ജീവിതം ഒരു പരിഹാര ബലിയായി മാറ്റുന്നത് തല കീഴായി കുരിശിൽ കിടന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ശിഷ്യ ദൗത്യം എന്ന് പറയുന്നത് ഇതുപോലെ ത്യാഗം ഏറ്റെടുക്കുന്ന പരിഹാരത്തിൻ്റെ ഒരു വിളിയാണ്. അല്ലാതെ ഓശാനയിൽ മാത്രം ഒതുങ്ങിത്തീരുന്നതല്ല. നിന്റെ വീട്ടിൽ കടന്നു പോകുന്ന സഹനങ്ങൾ അതെല്ലാം ഒരു പരിഹാര ബലിയായി ഏറ്റെടുക്കണം. നാളുകൾക്ക് മുമ്പ് സഹിക്കുന്ന ഒരു കുടുംബത്തെ കണ്ട് സംസാരിച്ചപ്പോൾ ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞങ്ങൾ കണ്ണുനീര് കൊണ്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. മനസ്സിലായോ? കണ്ണുനീര് കൊണ്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാച്ചാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത്രത്തോളം ഞങ്ങൾ സഹിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ നടുവിലും ഞങ്ങളുടെ രക്ഷ യേശുവാണ്. യേശു നൽകുന്ന രക്ഷയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം. ഈ കണ്ണുനീര്, ഈ സഹനം, അതിനുള്ളിൽ യേശുവിൻ്റെ ചൈതന്യം ഞങ്ങളെ സ്നേഹം കൊണ്ട് ഇതാ ചേർത്ത് പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്ന ഓരോ വ്യക്തി അറിഞ്ഞുകൊള്ളുക, നിന്റെ സഹനം വെറുതെയല്ല, നിന്റെ സഹനം വെറുതെയല്ല, അതൊരു രക്ഷയാണ്. നിന്നിലൂടെയാണ് ആ കുടുംബം, ആ തലമുറ നിലനിൽക്കുന്നത്. ഈ ഒരു ആത്മീയ സത്യത്തിലേക്ക് വളരാനുള്ള ഒരു കാലഘട്ടമാണ് അനുഗ്രഹത്തിൻ്റെ ഈ കാലഘട്ടം. യേശു നിനക്ക് ആര് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്ത്? യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിയവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിയ ആ യേശുവിൻ്റെ ചൈതന്യം സ്വീകരിച്ച് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി മാറാനുള്ള തീരുമാനം. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ സത്യം 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം തിരുവചനം മനസ്സിൽ എന്നും കുറിച്ചുകൊള്ളുക. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് കുരിശോട് ചേർക്കാം. ഓശാനയിൽ തീരുന്നതല്ല, മറിച്ച് മുന്നോട്ടുള്ള സഹന വഴികളിൽ നിന്റെ കൂടെ, നിന്റെ സഹനങ്ങളിൽ കുരിശുമേന്തി യേശുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട്
നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ നിന്റെ തോളിലാണെന്ന് ഉറപ്പിച്ചു കൊള്ളുക. മറ്റുള്ളവരെ നോക്കി അസ്വസ്ഥപ്പെടേണ്ട. നിനക്ക് കിട്ടിയ കുരിശ്, നിനക്ക് കിട്ടിയ സഹനം ഒരു പരിഹാര ബലിയായി നമുക്കർപ്പിക്കാം. അതുവഴി നമ്മുടെ ഇന്നായിരിക്കുന്ന കുടുംബം അടുത്ത തലമുറ രക്ഷ പ്രാപിക്കും. അപ്രകാരമുള്ള വലിയ ഒരു രക്ഷയിലേക്ക് യേശു നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദൈവസമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.